കംസന്റെ മന്ദിരത്തിലെത്തിയ നാരദ മഹർഷി കംസനോട് പറയുന്നു, സഖി കേട്ടാലും നിന്നെക്കുറിച്ചുള്ള ഈ കീർത്തി കേട്ട ലോകരെല്ലാം വിസ്മയിച്ചാണ് കഴിയുന്നത്. എന്നാൽ ഇന്ദ്ര സദസ്സിൽ നിന്ന് ചില കാര്യങ്ങൾ ഞാൻ കേട്ടു. ആ കാര്യങ്ങൾ നിന്നെ അറിയിക്കാനാണ് ഇപ്പോൾ ഞാനിവിടെ വന്നിരിക്കുന്നത്. നായകനായ നീയും നിന്റെ ബന്ധുക്കളും അസുരപക്ഷക്കാരാണല്ലോ. അസുരരായ നിങ്ങൾക്ക് ആപത്തു വരുത്തുന്നതിനായി ദേവന്മാർ ഭൂമിയിൽ ജനിച്ചിരിക്കുന്നു. വസുദേവൻ, യദുക്കൾ, വൃഷ്ണികൾ, ഗോപന്മാർ, നന്ദഗോപൻ മുതലായവരെ മനുഷ്യരായിട്ടല്ലേ നീ അറിയുന്നത്? എന്നാൽ അവർ മനുഷ്യരല്ല, അവർ ദേവാംശ സംഭവന്മാരാകുന്നു. അവർ നിന്റെ പൂർവ്വ വൈരികളാകുന്നു. നീ കഴിഞ്ഞ ജന്മത്തിൽ കാലനേമി എന്നു പേരായ ഒരു അസുരനായിരുന്നു. രാജകന്മാരായ അസുരന്മാർ നിനക്ക് സഹായികളായും ഉണ്ട്. നിങ്ങൾ മൂലം ഏറെ ഭാരം വഹിക്കേണ്ടി വന്നതായി ഏറെ ഭാരം വഹിക്കേണ്ടതായി വന്നിരുന്ന ഭൂമിയെ രക്ഷിക്കുന്നതിന് ഭഗവാൻ നാരായണൻ വൈകാതെ ഭൂമിയിൽ യാദവ വംശത്തിൽ അവതരിക്കുന്നതാണ്. അപ്പോൾ ദേവാംശ സംഭവന്മാർ ശക്തിയേറിയവരായി മാറും. നിനക്കും നിന്റെ വംശത്തിനും ദുർബലത്വവും വരും. ഇതേപ്പറ്റി നീ നല്ലവണ്ണം ആലോചിക്കുക. കംസനെ ഈ വിവരമറിയിച്ചതിന് ശേഷം നാരദ മഹർഷി യാത്ര പറഞ്ഞു പിരിഞ്ഞു. ഭഗവാന്റെ അവതാരം വേഗത്തിലായാൽ തന്നെ പോലുള്ള ഭക്തന്മാർക്ക് സന്തോഷവും കംസനെ പോലുള്ള പാപികൾക്ക് നാശവും വേഗത്തിലാകും. അതിനുവേണ്ടിയാണ് ഭൂത ഭവിഷ്യത് കാര്യങ്ങളെ പറ്റി അറിയാവുന്ന നാരദ മഹർഷി ഇപ്രകാരം കംസനോട് പറയുന്നത്. അപ്പോ നാരദന്റെ വാക്കുകൾ കേട്ട് കംസന് പരിഭ്രമത്തോടൊപ്പം രോഷവും വർദ്ധിച്ചു. തനിക്ക് ആപത്തുണ്ടാകാൻ ജനിച്ചിരിക്കുന്നവരെ കൊന്നൊടുക്കുകയാണ് വേണ്ടതെന്ന് കംസൻ നിശ്ചയിച്ചു. നാരദ മഹർഷിയുടെ വാക്കുകൾ സത്യമാണെന്ന് കംസൻ വിശ്വസിക്കുകയും വസുദേവരായി ആദിയായുള്ളവര് ദേവവംശജന്മാരാണെന്നും തന്നെ വധിക്കാൻ വേണ്ടി ദേവകി ഗർഭത്തിൽ ജനിക്കാൻ പോകുന്നവൻ മഹാവിഷ്ണുവാണ്, ഇതെല്ലാം കംസൻ മനസ്സിലാക്കി. കംസനിലെ ക്രോധം വളർന്നു. മതമിളകിയ ആനയെ പോലെ കംസൻ കുതിച്ചെഴുന്നേറ്റു. അതിവേഗത്തിൽ സഹോദരി ഭർത്താവായ വസുദേവനെയും സഹോദരിയായ ദേവതയും ചങ്ങല കൊണ്ട് ബന്ധിച്ച് വീടിനുള്ളിൽ താമസിപ്പിച്ചു. വളർത്താനായി വിട്ടയച്ച കുട്ടിയെ കാലിൽ പിടിച്ച് തൂക്കിയെടുത്ത് വട്ടക്കല്ലിൽ അടിച്ചു കൊന്നു. ആ കുട്ടിയുടെ തലച്ചോറ് പൊട്ടിത്തെറിച്ചു. രക്തം 4 പാടും ചിതറി. പ്രാണൻ പോയ ആ കുട്ടിയെ അവന്റെ അമ്മയ്ക്ക് തന്നെ ആ മഹാഭാവി സമ്മാനിച്ചു. പിന്നീട് അവൾ പ്രസവിച്ച ഓരോ കുഞ്ഞുങ്ങളെയും ഒന്നൊന്നായി അവൻ കൊല ചെയ്തു. ദുർനയം മൂലം ഇത്തരം നീചപ്രവൃത്തികൾ ചെയ്യുന്ന രാജാക്കന്മാർക്ക് തങ്ങൾ ചെയ്യുന്ന കൃത്യങ്ങളെല്ലാം നല്ലതായിട്ടാണ് തോന്നുക. അവർ തങ്ങളുടെ മാതാപിതാക്കന്മാരെ പോലും കൊല്ലുവാൻ മടിക്കുകയില്ല. അങ്ങനെ പ്രവർത്തിക്കുന്ന പാപമാണെന്നോ തെറ്റാണെന്നോ അവരോട് ആരും പറയാൻ ധൈര്യപ്പെടുകയും ഇല്ലല്ലോ.